Assalamu alaikum. Welcome to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 600 ഗ്രാം ഞണ്ട് എടുത്തിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പുള്ള അളവാണ് 600 ഗ്രാം എന്ന് പറഞ്ഞത്. ഇതിലേക്ക് ഞാനൊരു പകുതി സവാള, അതുപോലെ തന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1.5 കഷ്ണം മീഡിയം സൈസ് തക്കാളി, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഒരു സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ തന്നെ 1/2 സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഒരൽപ്പം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി കൂടുതൽ ചേർക്കണ്ട, അപ്പോൾ ഒരു മസാലയുടെ ചുവ മുന്നിട്ട് നിൽക്കും. വളരെ കുറച്ച് ചേർത്താൽ മതി. ഒരു അല്പം മല്ലിപ്പൊടി, അത് വേണമെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷണലാണ്. ഒരല്പം മാത്രം ഉപ്പ് ചേർക്കുക. രണ്ട് പോലത്തെ റെസിപ്പി ആയതുകൊണ്ട് ഉപ്പ് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ കൂടുതലായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ചിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. 2-3 മിനിറ്റ് വരെ ഒന്ന് ഹൈ ഫ്ലെയിമിലിടാം. പിന്നെ ഇത് തുറന്ന് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ഈ സ്റ്റോക്കൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മസാല ഒന്ന് അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. ഇനി ഒരു പാനിൽ 3 സ്പൂൺ വെളിച്ചെണ്ണ, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഞണ്ട് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഞണ്ട് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടാൻ പാടില്ല. അത് പെട്ടെന്ന് മസാലയൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. 2-3 സെക്കൻഡ് ഇതൊന്ന് ഇങ്ങനെ തന്നെ വെച്ചിരിക്കുക. ഇങ്ങനെ കുറച്ച് സമയം വെച്ച ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണേ. ഫ്ലെയിം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഉള്ളിയൊന്നും കരിയാൻ പാടില്ല. ഉള്ളി മസാലയൊന്നും നെയ്യിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ മസാലയുടെ കളറൊന്നും ചേഞ്ചായി വരണം. അതായത് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ഞണ്ട് റോസ്റ്റ് റെഡി.